എല്ലാ കൂട്ടുകാർക്കും ലെറ്റ്സ് ലേൺ ബൈ റയാൻ എന്ന നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻസ് അറിയിക്കണം കേട്ടോ. നമ്മൾ ആക്ടിവിറ്റി കാർഡ് 32 മുതലാണ് ചെയ്യുന്നത്. ഇത് സെലിബ്രേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കേരള പിറവി, അത് ഏത് മാസത്തിലാണ് ഏത് ഡേറ്റിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് അവിടെ എഴുതേണ്ടത്. അതേപോലെ വായനാ ദിനം ഏത് ദിവസമാണ്, ഏത് മാസമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പിന്നെ ന്യൂ ഇയർ എന്നാണ്, ക്രിസ്മസ് എന്നാണ്, മെയ് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, എൻവയോൺമെന്റൽ ഡേ. കൂട്ടുകാര് വീട്ടിലുള്ളവരോട് ചോദിച്ച് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കൂ. കൂട്ടുകാർക്ക് കിട്ടിയോ? കേരള പിറവി എന്നാണ് നവംബർ 1, വായനാ ദിനം ജൂൺ 19, ന്യൂ ഇയർ ജാനുവരി 1, ക്രിസ്മസ് ഡിസംബർ 25, മെയ് ഡേ മെയ് 1, എൻവയോൺമെന്റൽ ഡേ ജൂൺ 5, ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15. ലെറ്റ്സ് അറേഞ്ച്. ഇനി താഴെ നമുക്ക് കുറച്ച് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ കലണ്ടർ നോക്കിയിട്ട് കലണ്ടറിൽ വരുന്ന ആഘോഷങ്ങളും അതിന്റെ തീയതികളും ഈ ബോക്സിൽ എഴുതുക. ഇപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഗാന്ധി ജയന്തി ഒക്ടോബർ 2, ദിവാലി നവംബർ 14, റിപ്പബ്ലിക് ഡേ ജാനുവരി 26, മന്നം ജയന്തി ജാനുവരി 2, വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7, ഇന്റർനാഷണൽ മദേഴ്സ് ഡേ ഏപ്രിൽ 22, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഡിസംബർ 10. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി കാർഡിലേക്ക് പോകാം. ആക്ടിവിറ്റി കാർഡ് 33. ഇതിലെന്താണ് കൊടുത്തിരിക്കുന്നത്? ഇൻ റോസ് ആൻഡ് കോളംസ്, വരികളും നിരകളും. ഫൈൻഡ് ദ നമ്പർ റിലേഷൻ മെഡിസിൻ സ്ട്രിപ്പ്. ആദ്യത്തെ ഒരു കോളത്തിൽ നമുക്ക് മെഡിസിൻ സ്ട്രിപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളമോ നമ്പർ ഓഫ് ടാബ്ലറ്റ്സ്, എത്ര ടാബ്ലറ്റ്സ് ആണ് ഒരു സ്ട്രിപ്പിൽ ഉള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എത്രയാണെന്നും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കോളം ശ്രദ്ധിക്കുക. മെഡിസിൻ സ്ട്രിപ്പ് എന്ന് പറയുന്നതിൽ ഒരു സ്ട്രിപ്പിൽ 2 ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ സ്ട്രിപ്പ് ഏതാണുള്ളത്? 1. സ്ട്രിപ്പ് എത്രയാണ്? 1. അതിൽ എത്ര ടാബ്ലറ്റ് ഉണ്ട്? 2. 1 × 2 = 2. രണ്ടാമത്തെ സ്ട്രിപ്പ് 4 ഗുളികകളാണ് ഉള്ളത്. അതായത് ഒരു സ്ട്രിപ്പ് 2 × 2, ഒരു സ്ട്രിപ്പിൽ തന്നെ 2 സെക്ഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു സ്ട്രിപ്പ് 2 എണ്ണവും രണ്ടാമത്തെ സ്ട്രിപ്പിൽ 2 എണ്ണവും. അങ്ങനെ 2 × 2 = നമ്മൾ എത്ര എഴുതണം ഇവിടെ? 4. ഇനി താഴത്തേതിൽ എത്ര എണ്ണമാണ് ഉള്ളത്? 3. ഒരു സ്ട്രിപ്പിൽ തന്നെ ഒരു സ്ട്രിപ്പിൽ 3 എണ്ണവും പിന്നത്തേതിൽ 3 എണ്ണവും. അപ്പൊ നമ്മള് 3 × 3 = 9. ഇനി താഴത്തെ blocks are arranged equally in rows and columns. Complete the table and write the numbers of blocks. Arrangement of blocks. ആദ്യത്തെ വരിയിൽ 2 ബോക്സുകൾ, അതായത് 2 ഇതിൽ 2 ബ്ലോക്കുകൾ വീതമുള്ള 2 കോളംസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 2 × 2 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടി. ഇതിൽ 3 ബ്ലോക്കുകൾ വെച്ച് 3 റോസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? 3 × 3 = 9. ഇതിൽ 4 റോസ് ഉണ്ട്. 4 റോസിലും എത്രയാണ്? 4 ബ്ലോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 × 4 = 16. അടുത്തത് നമ്മൾ വരയ്ക്കണം. വരച്ചിട്ട് വേണം അതിനുള്ള ആൻസർ ഇവിടെ എഴുതാനായിട്ട്. ഇനി നമ്മളിവിടെ വരച്ചിരിക്കുന്നത് 5 ബ്ലോക്കുകൾ വെച്ചിട്ടുള്ള 5 റോസ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? 5 × 5 = 25. ഇനി 6 റോസ് ഉണ്ട്. 6 റോസിന്റെ 6 ബ്ലോക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ എഴുതണം 6 × 6 36. കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ആക്ടിവിറ്റി കാർഡ് 34 ലെറ്റ്സ് കളർ, ബലൂണിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്
നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള പട്ടിക നോക്കുക. കളർ ദ ബലൂൺസ്. 12 into 8 എത്രയാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ യെല്ലോ കളർ കൊടുക്കണം. പിന്നെ ഉള്ളത് 9 into 7 എത്രയാണെന്ന് കണ്ടെത്തണം. അതിന് റെഡ് കളർ കൊടുക്കണം. പിന്നെ 10 into 4 എത്രയാണെന്ന് കണ്ടെത്തണം. അതിന് ബ്ലൂ കൊടുക്കണം. 8 into 9 എത്രയാണെന്ന് കണ്ടെത്തി അതിന് യെല്ലോ കൊടുക്കണം. 6 into 7 ഓറഞ്ച്. ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ബലൂൺസിന് കളർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കൂ. ഇപ്പോൾ ഞാൻ ബലൂണിന് കളർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേതിന്റെ ഉത്തരം 96ഉം 9 into 7 63, 10 into 4 40, 8 into 9 72, 6 into 7 42. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കളറിന്റെ അടിസ്ഥാനത്തിൽ അത് ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരും ഇതുപോലെയാണോ ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ഇനി അടുത്തത് ആക്ടിവിറ്റി കാർഡ് 35 ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ലെറ്റ്സ് ഫോം പാറ്റേൺസ്. പാറ്റേൺസ് ഫോം ചെയ്യാനാണ്. ഫസ്റ്റ് പാറ്റേൺ കൊടുത്തിരിക്കുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കൂ. 1 into 2 equal to 2, 2 into 2 equal to 4, 3 into 2 equal to 6, 4 into 2 equal to 8. അതായത് ഇത് 2 ആഡ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്? 5 into 2 equal to 10, 6 into 2 equal to 12, 7 into 2 equal to 14. ഇത് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇനി നമ്മൾക്ക് തൊട്ടിപ്പുറത്ത് കൊടുത്തിരിക്കുന്ന പാറ്റേൺ നോക്കൂ. 1 into 2 equal to 2, 2 into 4 equal to 8. അതായത് ഫസ്റ്റത്തെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 1 into 2 equal to 2. ഈ 2നോട് വീണ്ടും 2 കൂട്ടുമ്പോഴാണ് ഇവിടെ എത്ര കിട്ടിയത്? 4 കിട്ടിയത്. അപ്പോ 2 into 4 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 8 കിട്ടി. ഇവിടെ 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോ 4നോട് 4 plus 4 8. അപ്പൊ 4 into 8 32. വീണ്ടും 8 into 16 ഇവിടെ എങ്ങനെ വന്നത്? 8 plus 8 equal to 16. അപ്പോൾ നമുക്കിവിടെ ഇത് രണ്ടും ഗുണിച്ചിട്ടുള്ള ഉത്തരം എഴുതണം. ഈ ഒരു പാറ്റേൺ ഒന്നുകൂടി കൂട്ടുകാർ ശ്രദ്ധിക്കുക. 1 into 2 equal to 2 കിട്ടി. പിന്നെ 1നോട് 1 കൂട്ടിയപ്പോൾ ഇവിടെ 2 കിട്ടി. 2നോട് 2 കൂട്ടിയപ്പോൾ ഇവിടെ 4 കിട്ടി. അങ്ങനെ 2 into 4 equal to 8 കിട്ടി. 2നോട് 2 കൂട്ടിയപ്പോൾ 4 കിട്ടി. 4നോട് 4 കൂട്ടിയപ്പോൾ 8 കിട്ടി. അതായത് നമ്മൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന സംഖ്യ ഏതാണോ അതിനോട് അതേ സംഖ്യ തന്നെ കൂട്ടി താഴേക്ക് എഴുതി. അതിനുശേഷം അത് രണ്ടും കൂടി ഗുണിച്ച് കിട്ടുന്ന ഉത്തരം ഇവിടെ എഴുതി. വീണ്ടും 4നോട് 4 കൂട്ടിയാൽ 8 കിട്ടി. 8നോട് 8 കൂട്ടിയാൽ 16 കിട്ടി. ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ നമ്മൾക്ക് 128 കിട്ടി. 8 plus 8 equal to 16, 16 plus 16 equal to 32. 16 into 32 equal to 288. Sorry, 16, അതായത് 8 plus 8 എന്ന് പറയുന്നത് 16ഉം 16 plus 16 equal to 32 ആണ്. അപ്പോൾ 16 into 32 equal to 512, 512. വീണ്ടും 16 plus 60 32, 32 plus 32 64. നമ്മള് ഇൻഡു. കൂട്ടുകാർക്ക് കിട്ടിയോ? കേരളപ്പിറവി എന്നാണ് നവംബർ 1. വായനാ ദിനം ജൂൺ 19. ന്യൂ ഇയർ ജാനുവരി 1. ക്രിസ്മസ് ഡിസംബർ 25. മെയ് ഡേ മെയ് 1. എൻവയോൺമെന്റൽ ഡേ ജൂൺ 5. ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15. ലെറ്റ്സ് അറേഞ്ച്. ഇനി താഴെ നമുക്ക് കുറച്ച് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ കലണ്ടർ നോക്കിയിട്ട് കലണ്ടറിൽ വരുന്ന ആഘോഷങ്ങളും അതിന്റെ തീയതികളും ഈ ബോക്സിൽ എഴുതുക. ഇപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഗാന്ധി ജയന്തി ഒക്ടോബർ 2, ദിവാലി നവംബർ 14, റിപ്പബ്ലിക് ഡേ ജാനുവരി 26, മന്നം ജയന്തി ജാനുവരി 2, വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7, ഇന്റർനാഷണൽ മദേഴ്സ് ഡേ ഏപ്രിൽ 22, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഡിസംബർ 10. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി കാർഡിലേക്ക് പോകാം. ആക്ടിവിറ്റി കാർഡ് 33. ഇതിലെന്താണ് കൊടുത്തിരിക്കുന്നത്? ഇൻ റോസ് ആൻഡ് കോളംസ്, വരികളും നിരകളും.
ഫൈൻഡ് ദ നമ്പർ റിലേഷൻ മെഡിസിൻ സ്ട്രിപ്പ്. ആദ്യത്തെ ഒരു കോളത്തിൽ നമുക്ക് മെഡിസിൻ സ്ട്രിപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളമോ നമ്പർ ഓഫ് ടാബ്ലറ്റ്സ്, എത്ര ടാബ്ലറ്റ്സ് ആണ് ഒരു സ്ട്രിപ്പിൽ ഉള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എത്രയാണെന്നും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കോളം ശ്രദ്ധിക്കുക. മെഡിസിൻ സ്ട്രിപ്പ് എന്ന് പറയുന്നതിൽ ഒരു സ്ട്രിപ്പിൽ 2 ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ സ്ട്രിപ്പ് ഏതാണുള്ളത്? 1. സ്ട്രിപ്പ് എത്രയാണ്? 1. അതിൽ എത്ര ടാബ്ലറ്റ് ഉണ്ട്? 2. 1 × 2 = 2. രണ്ടാമത്തെ സ്ട്രിപ്പ് 4 ഗുളികകളാണ് ഉള്ളത്. അതായത് ഒരു സ്ട്രിപ്പ് 2 × 2, ഒരു സ്ട്രിപ്പിൽ തന്നെ 2 സെക്ഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു സ്ട്രിപ്പ് 2 എണ്ണവും രണ്ടാമത്തെ സ്ട്രിപ്പിൽ 2 എണ്ണവും. അങ്ങനെ 2 × 2 = നമ്മൾ എത്ര എഴുതണം ഇവിടെ? 4. ഇനി താഴത്തേതിൽ എത്ര എണ്ണമാണ് ഉള്ളത്? 3. ഒരു സ്ട്രിപ്പിൽ 3 എണ്ണവും പിന്നത്തേതിൽ 3 എണ്ണവും. അപ്പൊ നമ്മള് 3 × 3 = 9. ഇനി താഴത്തെ blocks are arranged equally in rows and columns. Complete the table and write the numbers of blocks. Arrangement of blocks. ആദ്യത്തെ വരിയിൽ 2 ബോക്സുകൾ, അതായത് 2 ഇതിൽ 2 ബ്ലോക്കുകൾ വീതമുള്ള 2 കോളംസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 2 × 2 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടി. ഇതിൽ 3 ബ്ലോക്കുകൾ വെച്ച് 3 റോസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? 3 × 3 = 9. ഇതിൽ 4 റോസ് ഉണ്ട്. 4 റോസിലും എത്രയാണ്? 4 ബ്ലോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 × 4 = 16. അടുത്തത് നമ്മൾ വരയ്ക്കണം. വരച്ചിട്ട് വേണം അതിനുള്ള ആൻസർ ഇവിടെ എഴുതാനായിട്ട്. ഇനി നമ്മളിവിടെ വരച്ചിരിക്കുന്നത് 5 ബ്ലോക്കുകൾ വെച്ചിട്ടുള്ള 5 റോസ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? 5 × 5 = 25. ഇനി 6 റോസ് ഉണ്ട്. 6 റോസിന്റെ 6 ബ്ലോക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ എഴുതണം 6 × 6 36. കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ആക്ടിവിറ്റി കാർഡ് 34-ലെ ലെറ്റ്സ് കളർ, ബലൂണിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള പട്ടിക നോക്കുക. കളർ ദ ബലൂൺസ്. 12 × 8 എത്രയാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ യെല്ലോ കളർ കൊടുക്കണം. പിന്നെ ഉള്ളത് 9 × 7 എത്രയാണെന്ന് കണ്ടെത്തണം. അതിന് റെഡ് കളർ കൊടുക്കണം. പിന്നെ 10 × 4 എത്രയാണെന്ന് കണ്ടെത്തണം. അതിന് ബ്ലൂ കൊടുക്കണം. 8 × 9 എത്രയാണെന്ന് കണ്ടെത്തി അതിന് യെല്ലോ കൊടുക്കണം. 6 × 7 ഓറഞ്ച്. ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ബലൂൺസിന് കളർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കൂ. ഇപ്പോ ഞാൻ ബലൂണിന് കളർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേതിന്റെ ഉത്തരം 96ഉം 9 × 7 63, 10 × 4 40, 8 × 9 72, 6 × 7 42. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കളറിന്റെ അടിസ്ഥാനത്തിൽ അത് ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരും ഇതേപോലെയാണോ ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ഇനി അടുത്തത് ആക്ടിവിറ്റി കാർഡ് 35 ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ലെറ്റ്സ് ഫോം പാറ്റേൺസ്. പാറ്റേൺസ് ഫോം ചെയ്യാനാണ്. ഫസ്റ്റ് പാറ്റേൺ കൊടുത്തിരിക്കുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കൂ. 1 × 2 = 2, 2 × 2 = 4, 3 × 2 = 6, 4 × 2 = 8. അതായത് ഇത് 2 ആഡ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്? 5 × 2 = 10, 6 × 2 = 12, 7 × 2 = 14. ഇത് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇനി നമ്മൾക്ക് തൊട്ടിപ്പുറത്ത് കൊടുത്തിരിക്കുന്ന പാറ്റേൺ നോക്കൂ. 1 × 2 = 2, 2 × 4 = 8. അതായത്
ഫസ്റ്റത്തെ തന്നെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും 1 into 2 equal to 2. ഈ 2 വീണ്ടും 2 കൂട്ടുമ്പോഴാണ് ഇവിടെ എത്ര കിട്ടിയത്? 4 കിട്ടിയത്. അപ്പോ 2 into 4 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 8 കിട്ടി. ഇവിടെ 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോ 4 plus 4 8. അപ്പൊ 4 into 8 32. വീണ്ടും 8 into 16 ഇവിടെ എങ്ങനെ വന്നത്? 8 plus 8 equal to 16. അപ്പോൾ നമുക്കിവിടെ ഇത് രണ്ടും ഗുണിച്ചിട്ടുള്ള ഉത്തരം എഴുതണം. ഈ ഒരു പാറ്റേൺ ഒന്നുകൂടി കൂട്ടുകാർ ശ്രദ്ധിക്കുക. 1 into 2 equal to 2 കിട്ടി. പിന്നെ 1 1 കൂട്ടിയപ്പോൾ ഇവിടെ 2 കിട്ടി. 2 2 കൂട്ടിയപ്പോൾ ഇവിടെ 4 കിട്ടി. അങ്ങനെ 2 into 4 equal to 8 കിട്ടി. 2 2 കൂട്ടിയപ്പോൾ 4 കിട്ടി. 4 4 കൂട്ടിയപ്പോൾ 8 കിട്ടി. അതായത് നമ്മൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന സംഖ്യ ഏതാണോ അതിനോട് അതേ സംഖ്യ തന്നെ കൂട്ടി താഴേക്ക് എഴുതി. അതിനുശേഷം അത് രണ്ടും കൂടി ഗുണിച്ച് കിട്ടുന്ന ഉത്തരം ഇവിടെ എഴുതി. വീണ്ടും 4 4 കൂട്ടിയാൽ 8 കിട്ടി. 8 8 കൂട്ടിയാൽ 16 കിട്ടി. ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ നമ്മൾക്ക് 128 കിട്ടി. 8 plus 8 equal to 16. 16 plus 16 equal to 32. 16 into 32 equal to 288. Sorry. 16 അതായത് 8 plus 8 എന്ന് പറയുന്നത് 16 ഉം 16 plus 16 equal to 32 ആണ്. അപ്പോൾ 16 into 32 equal to 512. 512. വീണ്ടും 16 plus 60 32. 32 plus 32 64. നമ്മള് ഇൻഡു ഇപ്പോ ഇതിൽ തൊട്ട് താഴെയായി കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ദ പാറ്റേൺസ്, റൈറ്റ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ഈച്ച് പാറ്റേൺ. നമ്മളിവിടെ 2 പാറ്റേൺസ് എഴുതി. അതിൽ ആദ്യത്തെ പാറ്റേണിന്റെ പ്രത്യേകത എന്താണ്? ഇഫ് യു മൾട്ടിപ്ലൈ എ നമ്പർ വിത്ത് 2 യു വിൽ ഗെറ്റ് ഡബിൾ ഓഫ് ദാറ്റ് നമ്പർ. അതായത് നമ്മൾ ഒരു സംഖ്യയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സംഖ്യയുടെ ഡബിൾ ആണ് കിട്ടുന്നത്. 2 ആണ് മൾട്ടിപ്ലൈ ചെയ്യെങ്കിൽ 1 into 2 ഒരു സംഖ്യയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സംഖ്യയുടെ ഡബിൾ ആണ് കിട്ടുക. അതായത് 1ന്റെ ഡബിൾ ആണ് 2. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ന്റെ ഡബിൾ ആണ് നമുക്ക് കിട്ടുക. പാറ്റേൺ 2 എന്താണ്? ഫസ്റ്റ് യു ടേക്ക് 2 നമ്പർ ഫോർ മൾട്ടിപ്ലൈയിങ്. അതായത് എക്സാമ്പിൾ 1 into 2. ഹിയർ ദ നെക്സ്റ്റ് ലൈൻ വിൽ ബി യുവർ സെക്കൻഡ് നമ്പർ. എക്സാമ്പിൾ 2 into 4. അതായത് നമ്മൾ ഒരു സംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ആദ്യം എടുത്ത സംഖ്യയുടെ ഡബിൾ ആയിരിക്കും. ഇവിടെ 1ന്റെ ഡബിൾ ആണ് 2, 2ന്റെ ഡബിൾ ആണ് 4. ഈ 2 സംഖ്യകൾ തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടെത്തിയത്. ഇതാണ് ഈ 2 പാറ്റേൺ തമ്മിലുള്ള വ്യത്യാസം. ഇനി തൊട്ടടിയിലായി നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേണിന് എഴുതാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ എഴുതാം. ഇവിടെ ഞാൻ 10ന്റെ പാറ്റേൺ ആണ് എഴുതിയിരിക്കുന്നത്. ഇനി ആക്ടിവിറ്റി കാർഡ് 36 ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫാദർ ഗിഫ്റ്റഡ് മായമോൾ ആൻഡ് ഉണ്ണിക്കുട്ടൻ 3 packets of 24 crayons each. അതായത് അച്ഛൻ മായമോൾക്കും ഉണ്ണിക്കുട്ടനും 3 പാക്കറ്റ് ക്രയോൺ കൊടുത്തു. ഓരോ പാക്കറ്റിലും 24 ക്രയോൺ വീതമാണ് ഉള്ളത്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 3 പാക്കറ്റ് ക്രയോൺ ആണ് കൊടുത്തത്. അപ്പൊ 3 എഴുതി. ഇൻറ്റു ഓരോ പാക്കറ്റിലും എത്ര ക്രയോൺ ആണുള്ളത്? 24. 3 into 24 എത്രയാണ് കിട്ടുക? കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കൂ. ഉത്തരം കിട്ടിയോ നിങ്ങൾക്ക്? 72 ആണ് ഇതിന്റെ ആൻസർ.